ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് അറേബ്യൻ ഖുബൂസാണ്. പണ്ടൊക്കെ അറബ് കൺട്രീസിലൊക്കെ ഖുബൂസ് ഈ ഒരു രീതിയിലാണ് തയ്യാറായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് മിഷൻസൊക്കെ വന്നിട്ട് വളരെ തിന്നായിട്ടുള്ള ടൈപ്പ് ഖുബൂസൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പം നമുക്ക് ഈ റെസിപ്പി എൻ്റെ ഫാദറാണ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഖുബൂസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിൽ 2 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഈസ്റ്റും കൂടെ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിവിടെ നല്ല ചൂടുള്ള വെള്ളം എടുക്കരുത്. ഈസ്റ്റ് പൊങ്ങാൻ വേണ്ടി ഇളം ചൂടുവെള്ളം എടുക്കാവുള്ളൂ. നല്ല ചൂടുള്ള വെള്ളം എടുത്ത് ഈസ്റ്റ് ആക്റ്റീവ് ആകത്തില്ല. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇതിനകത്ത് ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലുമാണ് ചേർത്ത് കൊടുക്കാൻ. വെളിച്ചെണ്ണയൊന്നും ചേർക്കൽ. വെളിച്ചെണ്ണയൊക്കെ ചെയ്ത് അറേബ്യൻ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. അപ്പം ഞാൻ ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം, ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടി. ഈസ്റ്റ് ഒന്ന് ഫെർമെൻ്റ് ആകുമ്പോഴത്തേന് നമുക്കൊരു ബൗളെടുത്ത് ഇതിന് വേണ്ടിയുള്ള മാവ് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 കിലോ ഗോതമ്പ് മാവ് എടുത്തേക്കുന്നത്. 1/2 കിലോ എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 4 കപ്പ് ഗോതമ്പ് മാവ് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4 കപ്പ് മൈദ മാവും. 1/2 കിലോ മൈദ മാവ്. ഗോതമ്പും മൈദയും ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഈ ഖുബൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. 4 കപ്പ് ഗോതമ്പ് മാവ്, 4 കപ്പ് മൈദാമാവ്. നമുക്കത് ഒന്നിച്ച് ഞാൻ ഇച്ചിരി ഈ 4 കപ്പ് മൈദയ്ക്ക് 4 കപ്പ് ഗോതമ്പ് കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 20 ഖുബൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ചിലർ ഇത് ഉപ്പില്ലാതെയും ഉണ്ടാക്കാറുണ്ട്. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഈ മാവും ഉപ്പും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ നമ്മൾ ഫെർമെൻ്റ് ആവാൻ വെച്ച ഈസ്റ്റ് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ, അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ മറ്റേ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മാവിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഈ 2 കപ്പ് ഈസ്റ്റ് തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ കുഴച്ച് നോക്കിയിട്ട് പിന്നെയും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഏകദേശം ഇത് തന്നെ മതിയാവും. എന്നാലും നമുക്ക് മാവ് കുഴച്ചിട്ട് നോക്കാം ഇനി വേണ്ടി വരുമെന്ന്. വേണ്ടി വരുമെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ചിലർക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ലൂസാവും ചിലർക്ക്. കാരണം ചിലപ്പോൾ നമുക്ക് മനുഷ്യരല്ല, ഇടയ്ക്കൊന്ന് തെറ്റാം, ലൂസാവുകയാണെങ്കിൽ അങ്ങനെ ഒരു പേടിയുള്ളവരാണെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നുവെച്ചാൽ മാവിലോട്ട് കുറച്ച് ഈ കുഴയ്ക്കും തോറും കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പം നേരത്തെ ഉണ്ടാക്കി പരിചയമുള്ളതുകൊണ്ട് എനിക്കറിയാം ഇത്രയും വെള്ളം ആവശ്യമുണ്ടാവുമെന്ന്. ചിലപ്പോൾ ഇതിൽ കൂടുതലും കൂടെ വരുത്തതേ ഉള്ളൂ, എന്തായാലും കുറവാകത്തില്ല. എനിക്ക് ഇതിന് ഏകദേശം കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. അപ്പോൾ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. എന്നാലും മാവ് നല്ലോണം കുഴഞ്ഞു വരത്തുള്ളൂ തോന്നി, അതുകൊണ്ട് 1/2 കപ്പും കൂടെ ചേർത്ത്. ഇനി നമുക്ക് ബൗളിൽ നിന്ന് മാറ്റിയിട്ട് ടേബിൾ ടോപ്പിലിട്ട് നല്ലോണം മാവ് അയച്ചെടുക്കാം. ഒരു 15 മിനിറ്റെങ്കിലും നമുക്ക് മാവ് നല്ലോണം അയച്ചു കൊടുക്കണം. എന്നാലേ അതൊരു സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം നല്ലോണം നമ്മൾ വലിച്ച് അയച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. മാവ് ഏകദേശം നല്ലപോലെ അയഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്നും കൂടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമുക്ക് വലിയൊരു ബോളിൻ്റെ ഒരു ഷേപ്പിലാക്കിയിട്ട് നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടി വെക്കണം. അതിന് മുന്നേ ബോൾ സോഫ്റ്റാണെന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ മാവിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ കുഴിഞ്ഞു പോയ മാവ് നല്ലപോലെ സോഫ്റ്റായിട്ടുണ്ടെന്ന് അർത്ഥം.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ തടവി കൊടുക്കാം. തടവി കൊടുത്തിട്ട് നമുക്ക് ഒരു തുണി വെച്ച് ഇത് കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് നമുക്കൊരു ലിഡ് വെച്ച് അടച്ച് വെച്ചേക്കാം. പക്ഷെ ഒരു 2 മണിക്കൂർ വേണം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. നല്ല ചൂടുള്ള സമയമാണെങ്കിൽ 1 മണിക്കൂറൊക്കെ മതി, അല്ലെങ്കിൽ 2 മണിക്കൂറെങ്കിലും വേണം അറ്റ്ലീസ്റ്റ് ഇത് നല്ലപോലെ ഒന്ന് മാവ് പൊങ്ങി വരാൻ വേണ്ടി. അപ്പം നമുക്കിതൊരു ടവൽ വെച്ച് മൂടിയിട്ട് ഒരു ലിഡ് വെച്ച് നമുക്ക് അടച്ചു വെക്കാം. ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച മാവ് ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് താഴ്ത്തിയിട്ട് നമുക്ക് നല്ല വൃത്തിക്ക് ഒന്ന് ഇത് കുഴച്ച് കൊടുക്കാം. നമുക്ക് ഈ മാവ് വലിയൊരു ബേസിനിലേക്ക്, ഒരു സ്റ്റീൽ ബേസിനിലേക്ക് നമുക്ക് ഈ മാവ് അങ്ങോട്ട് മാറ്റാം. ഇനി നമുക്ക് അതിനകത്തോട്ട് ഈ മാവ് ഇട്ടിട്ട് നമുക്ക് ഈ മാവ് കട്ട് ചെയ്ത് ചെറുതല്ല അത്യാവശ്യം വലിയ ബോൾസാക്കി നമുക്ക് മാറ്റാം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു 20 ഖുബൂസ് അതിനകത്ത് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പം നമുക്ക് ഇതൊരു 20 ബോൾസാക്കി നമുക്ക് മാറ്റിയെടുക്കാം. ഏകദേശം ഇത്ര ഒരു വലിപ്പമുള്ള ബോൾസാക്കിയാണ് ഇവിടെ ഞങ്ങൾ എടുക്കുന്നത്. കാരണം ഖുബൂസ് നമുക്ക് അത്യാവശ്യം ഒരു കട്ടിയായിട്ടാണ് അത് പരത്തേണ്ടത്, വെരി തിന്നാവാൻ പാടില്ല. അപ്പം നമ്മൾ അത്യാവശ്യം കട്ടിയായിട്ട് പരത്തുകൊണ്ട് ഏകദേശം ഈ ഒരു വലിപ്പം വേണം ബോൾസിന്. ബോൾസ് നമുക്ക് ഇങ്ങനെ റൗണ്ടാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഈ രൂപത്തിൽ വേണം നമുക്ക് റൗണ്ടാക്കി എടുക്കുക. അതായത് ഇതുപോലെ ഉള്ളിലോട്ട് മാവ് ഇങ്ങനെ അകത്തോട്ട് ആക്കിയിട്ട് വേണം നമുക്ക് എന്നിട്ടൊരു ബോളാക്കി അത് എടുത്ത് മാറ്റി വെക്കാൻ. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 20 ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 20 ബോൾസ് ഒരു അരമണിക്കൂറോടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോൾസ് ഒന്നും കൂടെ അത് വലുതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കാം. റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുക്കണം. അത്യാവശ്യം കട്ടിയുള്ള രീതിയിലാണ് ഇത് പരത്തിയെടുക്കേണ്ടത്. വളരെ കട്ടി കുറച്ച് പരത്തരുത്, കാരണം ഇത് ഒന്ന് പൊന്തി വരത്തില്ല. നമ്മൾ ഭയങ്കര കട്ടി കുറച്ച് പരത്തി, അത്യാവശ്യം ഇതിന് കട്ടി വേണം. ഓരോന്നോരോന്നായി പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പരത്തി ഇടുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്നൊരു ടവൽ വെച്ചത് കവർ ചെയ്തിടണം, അല്ലെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് അത് ഡ്രൈ ആയിപ്പോവും. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനത് കവർ ചെയ്യുന്ന കാണിച്ചില്ല. എന്നിട്ട് അങ്ങനെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുമ്പോഴത്തേന് ഖുബൂസ് ഓരോന്നും അത് ഡ്രൈ ആയിക്കൊണ്ടിരിക്കും. ഇനി നമുക്ക് ഒരു തവ വെച്ച് കൊടുക്കുക. തവ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിപ്പോൾ നമ്മൾ ആദ്യം ഹൈ ഹീറ്റിലാണ് ഫ്ലെയിം ഓൺ ആക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഖുബൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഖുബൂസ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ബബിൾസ് വരാൻ തുടങ്ങും. ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങുമ്പം ഇതുപോലെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഖുബൂസ് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതും വീണ്ടും ഇവിടെ ഇങ്ങനെ വലിയ ബബിൾസ് പോലൊക്കെ വരുമ്പം പിന്നെ ഒന്നും കൂടെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് അങ്ങ് എടുത്താൽ മതി. ജസ്റ്റ് നമ്മുടെ ചപ്പാത്തിയൊക്കെ ചുടത്തില്ലേ, ആ രീതിയിൽ തന്നെ അങ്ങ് ചെയ്താൽ മതി. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നായി ഇത് ചുട്ടെടുക്കണം. പക്ഷെ ചുട്ടെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളത് ജസ്റ്റ് ഓപ്പണാക്കി ഇങ്ങനെ എടുത്ത് വെക്കരുത്. നമ്മളൊരു ടവലിട്ടിട്ട് അതിൻ്റെ അകത്ത് ചപ്പാത്തി വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. നമ്മൾ ജസ്റ്റ് നാനൊക്കെ ചെയ്യുന്ന പോലെ, നാനും ബട്ടർ നാനൊക്കെ ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുന്നത്, ഒരു തുണിയുടെ അകത്തോട്ട് കവർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും, സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോന്നായി ഇത് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാം ഇത്.
അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ കുബൂസ് ഇവിടെ ഓരോന്നേരമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതാ നിങ്ങൾക്ക് ഞാനിതൊന്ന് ജസ്റ്റ് കീറി കാണിച്ചു തരാം. അത്ര സോഫ്റ്റാണ്. ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒരു പോക്കറ്റ് രൂപത്തിൽ കിട്ടും. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സാൻഡ്വിച്ചൊക്കെ ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസ്, മയോണൈസും, പിന്നെ എന്തെങ്കിലും ബർഗേഴ്സ് അല്ലെങ്കിൽ ഹോട്ട് ഡോഗ്സ് അല്ലെങ്കിൽ എന്ത് വെജിറ്റബിൾ സാൻഡ്വിച്ച് ആയാലും നമുക്ക് എല്ലാം ഇതിനകത്ത് ചെയ്യാം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താലും. എന്തായാലും ഞാനിവിടെ കറിയായിട്ടാണ് ഇന്നത് കഴിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയല്ലേ ഇത് ചെയ്തെടുക്കാൻ. ജസ്റ്റ് നമുക്ക് ആ ഒരു ഡോ ഡബിൾ സൈസ് ആവുന്നതിൻ്റെ ഒരു ടൈമേ പോകുന്നുള്ളൂ. അത് വളരെ ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ കമൻറ്റ്സ് ഫീഡ് ബോക്സിൽ സെൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക്, ഷെയർ, പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അപ്പോൾ വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.